ഹലോ, കേരളം വളരെ ഞെട്ടലോടെ ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു. വെറും 13 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി തൻ്റെ മുത്തച്ഛനെ കൊല ചെയ്ത വാർത്ത. തൻ്റെ ആൺ സുഹൃത്തുക്കളെ അതിവിദഗ്ധമായ രീതിയിൽ പദ്ധതി തയ്യാറാക്കി വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും അടഞ്ഞു കിടന്ന വീടിൽ അകത്ത് വിദഗ്ധമായ രീതിയിൽ കയറി വളരെ പൈശാചികമായ രീതിയിൽ ആ മനുഷ്യനെ കൊല ചെയ്ത് മോഷണം നടത്തി എന്ന് മാത്രമല്ല, ആ കൊലപാതക ദൃശ്യം വീഡിയോ കോളിലൂടെ ഈ പെൺകുട്ടി കണ്ട് കൊല ഉറപ്പിക്കുകയും മരണം ഉറപ്പിക്കുകയും സായുജ്യമടയുകയും ചെയ്ത സങ്കടകരമായ ആ ഒരു വാർത്ത. എന്തു പറ്റി? ഈ പെൺകുട്ടി എന്താ ഇങ്ങനെ ചിന്തിക്കാനും ഇതുപോലെ ചെയ്യാനും ആ കൊച്ചു പെൺകുട്ടിക്ക് എവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത്? ഈ ഒരു വാർത്ത മാത്രമല്ല, ഈ അടുത്ത കാലങ്ങളിൽ മറ്റു ചില വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അധ്യാപകരെ ആക്രമിക്കുന്ന വിദ്യാർത്ഥികൾ, മാതാപിതാക്കളെ ആക്രമിക്കുന്ന വിദ്യാർത്ഥികൾ, എന്തിന് സ്വന്തം അച്ഛൻ്റെ പേരിൽ പീഡന ആരോപണം വ്യാജമായി ചമച്ച് ആരോപിക്കുന്ന പെൺകുട്ടികൾ വരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ അടുത്ത ദിവസങ്ങളിൽ. അതുപോലെ സുഹൃത്തുക്കൾ തമ്മിൽ, പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ തമ്മിൽ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ വളരെ ചെറിയ രീതിയിൽ ആ ഏതാനും ദിവസത്തേക്ക് നിന്നതെന്ന് തീർന്നു പോവുക ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അതായത് സിനിമയിലൊക്കെ കാണുന്ന അക്രമ സംഭവങ്ങൾ പോലെ കുട്ടികൾ തമ്മിൽ വളരെ ശക്തമായ ഗുണ്ടകളുടെ അടി പോലത്തെ അടികളുണ്ടാകുന്നത്. അതായത് നമ്മുടെ യുവജനങ്ങളും നമ്മുടെ കുട്ടികളും കൂടുതൽ അക്രമാസക്തരാകുന്നു. എന്താ പറ്റിയത്? നമ്മുടെ തലമുറയ്ക്ക് ചിന്തിച്ചു നോക്കേണ്ട സമയമാണ്. ഇവിടെ ഈ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു പരിധിവരെ മാതാപിതാക്കളും അധ്യാപകരും സമൂഹവുമാണ് ഈ കുറ്റത്തിന് പിന്നിലുള്ളത്. എന്താണ് അവരെ ഇങ്ങനെയാക്കി തീർക്കുന്നത്? ആദ്യം മാതാപിതാക്കളോടാണ്. മാതാപിതാക്കൾ ഒന്നും ശ്രദ്ധിക്കുക. നമ്മൾ സമ്പത്തിൻ്റെ പിന്നാലെയും മറ്റു സൗകര്യങ്ങളുടെ പിന്നാലെയും ഓടുന്നുണ്ട്. ആവശ്യമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ കുട്ടികളെ ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ പക്വതയിൽ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അത് എവിടെയെങ്കിലും കൊടുത്ത് വളർത്തുക എന്നുള്ളതല്ല. മാതാപിതാക്കളിൽ ചുരുങ്ങിയത് ഒരാളെങ്കിലും കൂടെ നിന്നുകൊണ്ട് അവരെ കേൾക്കാനും അവരോട് സംസാരിക്കാനും അവരെ മനസ്സിലാക്കാനും അവർക്ക് നേരായ വഴി പറഞ്ഞു കൊടുക്കാനും ഒപ്പം അവരുടെ നല്ല സുഹൃത്തുക്കളായി കൂടെ ധൈര്യം കൊടുത്ത് കൂടെ നിൽക്കാനും ഒക്കെ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. രണ്ടുപേർക്കും സാധിച്ചില്ലെങ്കിൽ ചുരുങ്ങിയത് ഒരാൾക്കെങ്കിലും അത് സാധിക്കണം. അധ്യാപകർക്കുണ്ട് റോള്. പഴയ പോലെ വെറുതെ അനാവശ്യമായ ശിക്ഷാ നടപടികളിലൂടെയൊന്നും പോകാതെ കുറച്ച് കുശുമ്പും കുസൃതിയും കാണിക്കുന്ന കുട്ടികളുടെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അത് അവരെ പഠിച്ച് മനസ്സിലാക്കി എടുത്ത് അവരെ തിരുത്താനുള്ള സന്നദ്ധത അധ്യാപകർ കാണിക്കണം. അതിനേക്കാൾ ഉപരി നമ്മുടെ സമൂഹം അനാവശ്യമായ തുറച്ചുനോട്ടത്തിലൂടെയും എത്തിനോട്ടത്തിലൂടെയും കുറ്റപ്പെടുത്തലുകളിലൂടെയും അവരെ എന്താ ചെയ്യുക, ഒരു മറ്റൊരു രീതിയിൽ വധിക്കുന്നതിന് തുല്യമായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളിലൂടെയൊക്കെ നമ്മൾ കുട്ടികളുടെ നേരെ ശരങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അവർ ഈ സമൂഹത്തിന് ആപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സമൂഹം ഒറ്റക്കെട്ടായി, അധ്യാപകരും മാതാപിതാക്കളും നാട്ടുകാരും അയൽവക്കക്കാരും എല്ലാം ഒറ്റക്കെട്ടായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വളർന്നു വരുന്ന തലമുറ ഈ നാടിന് ആപത്തായി അപകടകരമായി മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാതിരിക്കണമെങ്കിൽ നാം എല്ലാം ജാഗരൂകരാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയും ഇങ്ങനെ വിട്ടുകൊടുത്തുകൂടാ. മക്കളെ സ്നേഹിക്കണം, കുട്ടികളെ അറിയണം, അവരെ കൂടെ നിർത്തണം, കൈപിടിച്ച് മുന്നോട്ട് നയിക്കണം. അവരെ മനസ്സിലാക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും അവരുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കി അവരെ കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ സമൂഹം ശ്രമിക്കണം. ഇല്ല എങ്കിൽ വലിയ അപകടത്തിലേക്കാണ് പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജാഗ്രത വേണം, സൂക്ഷിക്കുക. ഓക്കെ, താങ്ക് യു.